ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ? സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ്, ഇൻകം ആൻഡ് ഫ്രീഡം. കേരളത്തിൽ പഠനം, ഉത്തരേന്ത്യയിൽ പരിശീലനം, വിദേശത്ത് ജോലി. പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. കൂടുതലറിയാൻ വിളിക്കൂ www.bridco.co.in. ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ, JRJ കോംപ്ലക്സ്, മെയിൻ റോഡ്, ഒറ്റപ്പാലം. എൻലൈറ്റ് പ്രതിഭാ സംഗമവും വിജയോത്സവവും ജൂൺ 21-ന് ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടക്കും. മന്ത്രി MP രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 4 വർഷമായി മന്ത്രി MP രാജേഷ് നേതൃത്വം നൽകി നടപ്പിലാക്കിയ എൻലൈറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള എൻലൈറ്റ് വിജയോത്സവവും പ്രതിഭാ സംഗമവുമാണ് നടത്തുന്നത്. മണ്ഡലത്തിലെ 14 വിദ്യാലയങ്ങളിലെയും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിക്കും. ബ്ലോക്ക് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയാകും. സമ്മേളനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IAS, MK വിമൽ ഗോവിന്ദ്, റാഷിദ് കരിമ്പനക്കൽ എന്നിവർ കുട്ടികളുമായി സംവദിക്കും. നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. കൂറ്റനാട് പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വിജയോത്സവം സംഘാടക സമിതി ചെയർമാൻ PR കുഞ്ഞുണ്ണി, എൻലൈറ്റ് കോർഡിനേറ്റർ K രാമചന്ദ്രൻ, തൃത്താല AEO K പ്രസാദ് എന്നിവർ പങ്കെടുത്തു. തൃത്താല മണ്ഡലത്തില് -2 മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തെല്ലാം ഇടപെടലുകൾ നടത്താം അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ് എൻലൈറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ 4 വർഷക്കാലമായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ തൃത്താല മണ്ഡലത്തിൽ നടത്തി വരുന്നുണ്ട്. ഇത്തരത്തിൽ 21 നടത്താൻ പോകുന്ന എക്സലൻസ് അവാർഡ് ഇത് 4ാമത് വർഷമാണ്. 2022 ആദ്യമായി നടത്തിയത്. അന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവർകളാണ് അത് ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് മന്ത്രി രാജീവ് മിനിസ്റ്റർ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ പങ്കാളിത്തത്തോടു കൂടിയിട്ട് കുട്ടികൾക്കുള്ള എക്സലൻസ് അവാർഡ് സംഘടിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ രാമേന്ദ്രൻ മാഷ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എൻലൈറ്റിന്റെ ക്രെഡിറ്റ് സ്കോളർഷിപ്പാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ചേരുന്ന ഘട്ടത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി അത് വളരെ ഏറ്റവും സുതാര്യമായി പ്യൂർലി മെറിറ്റ് ബേസ്ഡ് ആയിട്ട് 10ാം ക്ലാസ്സിൽ 9 A+ അതിന് മുകളിൽ നിന്ന കുട്ടികളെ കണ്ടെത്തി അതിൽ ഏറ്റവും കൈത്താങ്ങ് വേണ്ട കുട്ടികളെ, സാമ്പത്തികമായി കൈത്താങ്ങ് വേണ്ട കുട്ടികൾക്കാണ് ഇത് കൊടുത്തു വരുന്നത്. എല്ലാ മാസവും 1000 രൂപ വീതം അവരുടെ പ്രീ ഡിഗ്രി +2 പഠനകാലം 24 മാസക്കാലം 24,000 രൂപ കൊടുക്കുന്ന, അതിന് സഹായിക്കാനായി വിവിധ സ്പോൺസേഴ്സിനെ കണ്ടെത്തി അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദേശമംഗലം. ഈ കഥ ഇപ്പോൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം. 2016 ഞങ്ങൾ +2-ൽ ചേർന്നു. ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത്. 2018 ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി. ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു, കൂടെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കും ചേർന്നു. 2019 ഞങ്ങൾ ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നു. ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. 2020 ഞങ്ങൾ 3ാം വർഷം ഡിഗ്രി പഠിക്കുന്നു. ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു. 2021 ഞങ്ങൾ PG പഠനം തുടങ്ങി. ഞങ്ങൾ മാസം 50,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു. 2022 ഞങ്ങൾ PG പഠനം തുടരുകയാണ്. ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് 75,000 മുതൽ 1 ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു. 2023 ഞങ്ങൾക്കൊരു ജോലി തരുമോ? യെസ്, ഇവിടെ ജോലി നൽകുന്നുണ്ട്. ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ? വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ? സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9947656565.